മിക്സ് എടുക്കണം. ഇവിടെ സൈറ്റ് സീയിങ് ഡേറ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ഡേ 1 ആണ്. നമ്മൾ ഫ്ലൈറ്റിൽ നിന്നെല്ലാം വന്ന് ഇറങ്ങി ഫ്രഷായി എല്ലാം കഴിഞ്ഞു. ഫുഡ് കഴിച്ചില്ല. ഫുഡ് മാതളമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇനി എന്താണ് കാണാൻ പോവാം, സ്ഥലം കാണാൻ പോവാം. ആക്ച്വലി ഇപ്പം ഞങ്ങൾ പോകാൻ പോകുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രീം പ്ലേസിലോട്ടാണ്, അംബാവ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അതിൽ പിന്നിൽ കുറേ സ്റ്റോറി ഉണ്ട്, നമുക്ക് അവിടെ എത്തിയിട്ട് പറയാം. നമുക്ക് കഴിച്ചിട്ട് പോയാലോ? കഴിച്ചിട്ട് അങ്ങോട്ട് കഴിക്കാം. ഓക്കെ ഫൈൻ. അപ്പം ലെറ്റ്സ് ഗോ. ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. ഹോട്ടൽ പാലസ് അല്ലേ? പാലസ് ഹോട്ടൽ ബാങ്കോക്ക്. അപ്പോൾ നമ്മൾ അംബാവയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കാറിപ്പം വരും. അതിനകത്തോട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണേ. ബാക്കിയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുൾ അടിപൊളി റോഡും നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രാഫിക്കും എല്ലാം കൊണ്ട് സൂപ്പറാണ്. Buddha Thailand. Small Buddha. എനിക്ക് വിശന്നിട്ട് വയ്യ. നമ്മൾ അംബാവ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട് പോവാം. ഒരേർന്നിയാ കിട്ടിയത്. ഇനിയും കുറേ കിലോമീറ്റർ ഉണ്ടെന്നാ അറിഞ്ഞ്. നോക്കാം. അയ്യോ Dép rồi. Dép rồi, mấy mía đây. Cho lồng mày. Sit down. Ok. Sit down. അയ്യോ, നമ്മൾ പെട്ടിരിക്കുക. പുറേ നിൽക്കുന്ന പ്രാന്ത സ്പീഡിലാണ് വരുന്നത്. Okay. Shopping. Can we get into there? Okay. Okay, mìnhจะขึ้นครับ എന്താ അമ്മേ, കലക്ക വെള്ളം. ഇവർക്ക് പ്രാന്താണ്.
signature fish กระพง Amazing Thailand Madam Boss here I recommend fried rice crab fried rice pineapple noodle ผัดไทย original Madam Is this nice? I don't know the taste. ผัดไทย original Madam Ingredients? I speak English You want chef only vegetable. Prawns? Confused. Up to you meat na. Inside I have chicken, seafood, shrimp, beef, and prawn. English. Yes. I have chicken. You know chicken? Okay, chicken, prawns, Yes. I speak English Vermicelli. Calamari. കലാമരി എന്ന് വെച്ചാൽ എന്തുവാടാ? Same. signature ต้มยำซุปมาดามชิมบิ๊กไซส์บีฟต้มยำชีสปาปายาสลัดโรลไฟติഇല്ല. നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വന്നു. എന്നിട്ട് നമ്മളിവിടെ അടുത്തുള്ളൊരു ഫുഡിൻ്റെ മാർക്കറ്റിൽ കയറി. അപ്പോൾ അവിടെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡാണ്. ഇത് നമ്മൾ സാധാ കരിക്കും വെള്ളമാണ്. ഇത് ഇവരുടെ ഒരു പ്രോൺസ് ചിക്കൻ നൂഡിൽസ് ആണ്. പാഡ് തായി പറയുന്ന പേരങ്ങനെയാണ്. ഇത് ചീസ് സ്റ്റിക്കാണ്. ചീസ് സ്റ്റിക്ക് തായ്ലൻഡ് ഫിഷ്. ടോം യം സൂപ്പാണ്. അത് തായ്ലൻഡിൽ ഫേമസ് സൂപ്പാണ് ടോം യം സൂപ്പ്. സോ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ മാഡം ഓക്കെ ഓക്കെ. Madam, okay? Very good. No? Very good. ഓക്കെ Very good. വെരി ഗുഡ്. Okay. Hot. Very good. Nice, nice. ട്രൈ ചെയ്ത് നോക്ക്. Madam. Madam. Hot. Okay, madam. ഇത് ഇവിടുത്തെ ചിക്കൻ ഗ്രില്ലാണ്. നമ്മുടെ നാട്ടിലെ ഷവായി ഒക്കെ പോലെ ഇവിടുത്തെ ഗ്രില്ല്. ആ That camera, that camera. തെങ്ങിൻ്റെ മൂടി ഇരുന്നവരുണ്ട്. നോക്കട്ടെ.
ഏതാ ടോമിയം സൂപ്പ് ഞാൻ ഒന്ന് നടക്കാം. കഴിച്ചോണ്ടിരിക്കുന്നത്. ഇത് സൂപ്പിൽ ഉള്ള ഐറ്റംസ് എന്ന് പറയുന്നത് കൂണ്, മഷ്റൂമുണ്ട്, പിന്നെ ഇഞ്ചിയാണ്. ഇഞ്ചി ഇവിടുത്തെ ഒരു നാടൻ ഇഞ്ചിയാണ്. പിന്നെ വലിയ പ്രോൺസ്. അത് നാടൻ ഇഞ്ചിയിലേക്കൊക്കെ മെയിനായിട്ട് കച്ചോലം തോന്നുന്നു നമ്മുടെ നാട്ടിലെ. പിന്നെ ഇതിനകത്ത് കുറച്ച് നമ്മുടെ രമ്പയില എന്ന് പറയുമല്ലോ, ഇറച്ചിയുടെ ഇല, അത്. പിന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. പക്ഷെ അല്ലാതെ മൊത്തത്തിലൊരു പുളിപ്പാണ്. ഇത് തായ്ലൻഡിൻ്റെ ഒരു ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ വലിയ രസമൊന്നുമില്ല, എന്നാലും കൊള്ളാം. പിന്നെ ഈ ചിക്കൻ ഇത് ടെൻഡർ കോഴിയാണ്. ആ കോഴി ഫ്രൈ ചെയ്തിട്ട് അവർ ഇതിൽ മധുരം, ശർക്കരയോ ഷുഗറോ ചേർത്തിട്ട് ഒരു മധുരമുള്ളൊരു ഫീലിംഗാണ്. കഴിക്കാവുന്നതേ ഉള്ളൂ. വലിയ നമുക്ക് സ്പൈസി ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല ഇത്. ജസ്റ്റ് നല്ല മറ്റും ട്രൈ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ശർക്കരക്കകത്ത് നമ്മുടെ ഇനി ഞാൻ എനിക്കായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇതിൻ്റെ ഈ ടോമിയം സൂപ്പിൻ്റെ കൂടെ കുറച്ച് റൈസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൈസും നമ്മുടെ നമ്മുടെ നാടൻ തൈരും വീട്ടിൽ നിന്ന് അച്ചാർ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ആ അച്ചാറും കൂട്ടി കഴിക്കാൻ പോവാണ്. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉപ്പുമാങ്ങയാണ്. കുറച്ച് തൈര് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഇത് രണ്ടും കൂടെ കഴിക്കാൻ പോവാട്ടോ. നമ്മളങ്ങനെ എന്തൊക്കെയോ തിന്നിട്ട് അങ്ങോട്ട് പോവാ. കൊള്ളാം. പക്ഷെ അവർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ, റെസ്റ്റോറൻറ്റുകാർ. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ബാക്കിലൊരു പ്രാന്തൻ സ്പീഡിൽ വിട്ടോണ്ടിരിക്കുക. അത് അതേ സമയം വെള്ളത്തിൽ വീഴാം. ഇതൊക്കെ ഇവിടുത്തെ ഓരോ ഷോപ്സാണ്. നമ്മൾ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ഷോപ്സാണ്. ഷോപ്സ്. ആ കുങ്കുമച്ചപ്പ് കൊള്ളായിരുന്നു. പക്ഷേ ഡ്രീമിൽ കണ്ട ആ അംബാവ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, പക്ഷേ അതിൽ കണ്ട പോലൊന്നും അല്ല ഇവിടെ വന്നപ്പം. ഇടത് ഒത്തിരി തോന്നുന്നു വെള്ളം. ഇതിലെ ഈ ബോട്ട്സിലെല്ലാം നിറയെ ഫ്രൂട്ട്സും പച്ചക്കറിയായിട്ടൊക്കെ അവർ ഓടിക്കും. എനിക്കൊന്ന് മഴ ആയോണ്ടാന്ന് തോന്നിട്ടോ ഇങ്ങനെ. ഓരോ മനുഷ്യർ ഓരോ ജീവിത രീതി അല്ലേ. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഫ്രൂട്ട്സ് rambutan try enough. One enough. One packet. It's nice. How much price? Price? Total price? Thank you.
yes, 1 cover. Mangoes. Thank you. Bye. Andy, bye. Wow, wow. Wow. Egg minute hotel. അപ്പം ഗൈസ് നമ്മളിന്ന് അംബാവ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയിട്ട് വളരെ ടയേർഡായിട്ട് ഇപ്പം വന്ന് കയറിയതേ ഉള്ളൂ. സമയം നല്ല ലേറ്റായി, 8 മണിയായി. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കിടന്ന് എന്നിട്ട് അവിടെ നിന്നൊരു സ്പെഷ്യൽ ഐറ്റം കൂടെ നമ്മളിന്ന് വാങ്ങി. അപ്പോൾ അത് ഡിന്നറായിട്ട് കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം എൻഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ സ്പെഷ്യൽ ഐറ്റം വേറൊന്നുമല്ല, നമ്മൾ കുറേ കാലമായിട്ട് കേൾക്കുന്ന, ഒരു പക്ഷേ ഞാനായിരിക്കും ഏറ്റവും ലാസ്റ്റ് ഇത് കഴിച്ചു നോക്കും. മാംഗോ സ്റ്റിക്കി റൈസാണ്, തായ്ലൻഡ് സ്പെഷ്യൽ. അപ്പം നമ്മൾ ഒന്നാണ് നമ്മൾ വാങ്ങിച്ചത്, പക്ഷേ ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീയാണ് അവിടെ അംബാവ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ. അപ്പം രണ്ടും 2 കളറിലാണ് കേട്ടോ, ഒന്ന് ഗ്രീനും ഒന്ന് യെല്ലോ കളറുമാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം. ഭംഗി അടുത്തുണ്ടോ? സി, ഇവരെ എന്തോ ഒരു ഫേമസ് ഫ്ലവറാണ് കേട്ടോ ഇത്. എല്ലായിടത്തും ഈ ഫ്ലവറുണ്ട്. അവരുടെ ഈ പിന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ ബോട്ട്സിലായാലും അവിടെ എല്ലായിടത്തും ഈ ഒരു ഫ്ലവറിൻ്റെ ഇത് ഉണ്ട്. ഫുഡിൻ്റെ അകത്തും അവർ ഡെക്കറേറ്റ് ചെയ്യാനായാലും എല്ലാം യൂസ് ചെയ്യുന്നൊരു സംഗതിയാണ്. ഇതിലും ഉണ്ട് കണ്ടോ, ഒന്ന് യെല്ലോ കളറും ഒന്ന് പിന്നെ ഒരു ഗ്രീൻ കളറാണ്. ഇതെനിക്ക് തോന്നുന്നു ഫ്ലേവറാണെന്നാണ് തോന്നുന്നത്. രണ്ടിലും വേറെ എന്തോ ഒരു സംഗതി കൂടി വെച്ചിട്ടുണ്ട്. ഐ തിങ്ക് കോക്കനട്ട് മിൽക്ക് ആണെന്ന് തോന്നുന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ ഒരു ഫ്ലവർ എടുത്ത് നമുക്ക് മാറ്റാം. ആദ്യം നമുക്ക് ഈ പച്ച വേണ്ട, ആദ്യം നമുക്ക് യെല്ലോ തന്നെ നോക്കാം. പച്ച നമുക്ക് ഇതിനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിക്കാം. അപ്പോൾ ഫസ്റ്റ് ഇത് അഴിക്കാം. ഇത് ഐ തിങ്ക് ഡിപ്പ് പോലെ എന്തോ ആണ്, നമുക്ക് തുറന്ന് നോക്കാം. തേങ്ങാപ്പാലിൻ്റെ മണമാണ്. തേങ്ങാപ്പാൽ തന്നെയാണോ തോന്നുന്നത്. ദേ ഫ്ലവറുണ്ട്, ഫ്ലവർ മാറ്റി. ദേ സൂം ചെയ്. ഇതാണ് നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസായിട്ട് തന്നെ. അപ്പം ചോറിലോട്ട് കുറച്ച് കോക്കനട്ട് ഒഴിച്ചു, അതുപോലെ മാങ്ങ ഇട്ടു. ഇങ്ങനെയാണോ കഴിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ കഴിച്ച് നോക്കുക. ജസ്റ്റ് കുറച്ച് ക്വാണ്ടിറ്റി കഴിച്ച് നോക്കാവേ. ഓക്കെ ജെന്യൂനായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഈ പകുതി വേവിൽ നമ്മുടെ വീട്ടിൽ റൈസ് എടുക്കത്തില്ലേ, വേവാത്ത അരി ചില അരി മഞ്ഞ കളറിലിരിക്കുന്നത്, വേവാത്ത അരിയും പഴുത്ത മാങ്ങയും പിന്നെ പകുതി വെന്ത, അതായത് ഒരു 1/4 ഭാഗം വെന്ത അരിയും നല്ല പഴുത്ത മാങ്ങയും കുറച്ച് തേങ്ങാപ്പാലുമാണ് മാംഗോ സ്റ്റിക്കി റൈസ് കേട്ടോ. വേറെ ഒന്നും ഇതിനകത്ത് ഇല്ല. ഇത്രയും ഫേമസ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന മാംഗോ സ്റ്റിക്കി റൈസ്. ഈ അരി എന്തോ വെച്ച് നല്ല ഒട്ടിയിരിക്കുന്നു, വേറെ ഒരു ഇതുമില്ല. ഇനി ഇതുകൂടെ ഒന്ന് നോക്കാം.
ഒരു ചേഞ്ചും ഇല്ല. അരിയിൽ വേറെ എന്തോ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, എന്തോ ഒരു ഫ്ലേവർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഇത്രേ ഉള്ളൂ. അതും തേങ്ങാപ്പാലും മാങ്ങയും റൈസുമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇത്രയും സാധനങ്ങൾ. പിന്നെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയത് റംബൂട്ടാനാണ്, അത് കാണിച്ചു തരാം. പിന്നെ നമ്മൾ വാങ്ങിച്ച ഈ റംബൂട്ടാനാണ്, നമ്മുടെ അവിടുത്തെ റംബൂട്ടാൻ തന്നെ. റംബൂട്ടാൻ ഇപ്പോൾ എല്ലായിടത്തും കിട്ടുമല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ എല്ലായിടത്തെയും പോലെ തന്നെ റംബൂട്ടാനാണ്, പക്ഷേ കുറച്ചുകൂടെ ഭംഗിയുണ്ട് കാണാൻ, അത്രയേ ഉള്ളൂ. പിന്നെ കഴിച്ച് നോക്കുമ്പോഴും ഓൾറെഡി കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റാണ്. നമ്മുടെ അവിടുത്തെ റംബൂട്ടാന്ന് വെച്ചാൽ കുറച്ച് ഇളകി ഇതിൽ നിന്ന് വരാൻ കുറച്ച് പാടാണല്ലോ സീഡിൽ നിന്ന്, ഇത് പെട്ടെന്ന് വരുന്നുണ്ട്. ഇത്രയുള്ള ഡിഫറൻസ്. മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ ഹൈപ്പ് ഞാൻ കണ്ടപ്പം ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല, വലിയ സംഭവം ഒന്നുമില്ല. ഐ തിങ്ക് ഈ അരിയും വേവിച്ചെടുത്തിരിക്കുന്നത് തേങ്ങാപ്പാൽ സംതിങ് സാധനത്തിലാണെന്ന് തോന്നുന്നു, അതാണ് സ്റ്റിക്കായിട്ട് എങ്ങനെ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അല്ലേ, എൻ്റെ ഫേവറേറ്റാണ്. ഞാൻ ഇവിടുന്ന് പോയപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറുതിലെ ഒരു ഡിക്ഷണറി വാങ്ങിച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ഈ എല്ലാ രാജ്യങ്ങളുടെയും ഫേമസ് ആയിട്ടുള്ള കുറേ ഇത് കൊടുക്കുന്ന D&K എന്ന് പറഞ്ഞ ഡിക്ഷണറീസ് ഉണ്ട്. നമ്മളൊക്കെ വീട്ടിൽ ബുക്ക് വിൽക്കാൻ ചേട്ടന്മാർ വരത്തില്ലേ ബുക്സൊക്കെ ആയിട്ട്, അങ്ങനെ കണ്ട് ഭയങ്കരമായിട്ട് മനസ്സിൽ ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് തായ്ലൻഡ്. അപ്പോൾ ആ തായ്ലൻഡിൽ അവർ കൊടുത്തിരുന്ന, ഞാൻ അങ്ങനെ അധികം ആരും പോകുന്ന കണ്ടിട്ടില്ല, അംബാവയിൽ സോഷ്യൽ മീഡിയയിലും കണ്ടിട്ടില്ല, പക്ഷേ എൻ്റെ ആഗ്രഹമായിരുന്നു അവിടെ തന്നെ പോകണമെന്ന്. വേറെ ഒന്നുമല്ല, ആ ഡിക്ഷണറിയിൽ കണ്ട ഒരു പടത്തിൻ്റെ ബേസിസിൽ മാത്രം അങ്ങനെ തോന്നിയൊരു ആഗ്രഹമാണ്. അപ്പോൾ അതിൽ അവർ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുമല്ലോ അംബാവ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനെ കുറിച്ച്, അപ്പോൾ അത് വെച്ചിട്ട് പോയതാണ് ഞാൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ തന്നെ അങ്ങനെ തന്നെയാണ് പോയത്. അപ്പോൾ അവിടുന്ന് ഇതുപോലൊക്കെയുള്ള, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലായി കാണും, ഫ്രൂട്ട്സൊക്കെ നിറയെ ഫ്രൂട്ട്സൊക്കെ ആയിട്ട് കുറേ അമ്മമാരിങ്ങനെ എന്താണ് വള്ളത്തിൽ കൊണ്ട് സാധനങ്ങൾ വിൽക്കും. അതുപോലെ സൈഡുകളിലെല്ലാം കച്ചവടം നടക്കും. ഇതൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ട് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഇത് വീട്ടിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇതേ ഒരു ഇത്രയും സാധനങ്ങൾ കണ്ടോ, ഫ്രൂട്ട്സൊക്കെ ആയിട്ട് ഉള്ള. പിന്നെ അവിടുത്തെ ഫേമസ് എല്ലാവരും വെക്കുന്ന ഒരു ക്ലിപ്പാണിത്, അതുകൊണ്ട് ഒരു ക്ലിപ്പ് എടുത്ത് ഇത് ആ പുള്ളിക്കാരി നമുക്ക് ഫ്രീ തന്നെയാണ് കടയിൽ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇന്ന് പോയിടത്തുനിന്ന് വാങ്ങിച്ചത്. പിന്നെ ഫുഡ് ഐറ്റംസ് കുറേ കഴിച്ചായിരുന്നു, അതൊക്കെ വീഡിയോയിലുണ്ട്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പം മാംഗോ സ്റ്റിക്കി റൈസ് ആയിരുന്നു ഞാൻ ഒരു എക്സ്പെക്റ്റേഷനിൽ വെച്ചിരുന്ന ഒരു സാധനമാണ് മാംഗോ സ്റ്റിക്കി റൈസ്. അത് എക്സ്പെക്റ്റേഷൻ അത്രയൊന്നും ഇല്ല, നോർമൽ ഹാഫ് വെന്ത അരി, പച്ചമാങ്ങ, തേങ്ങാപ്പാൽ, സിമ്പിൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വിശേഷങ്ങളായി നാളെ കാണാം. ബൈ ബൈ.